ശബരിമല വിഷയത്തിൽ ഏറ്റവും അവസാനം സംഭവിക്കാൻ പോകുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും മേൽ കുറ്റം കൊണ്ടുവന്ന് നിർത്തും. സർക്കാർ കൈ കഴുകി പോവുകയും ചെയ്യും. ഇതിനകത്ത് വെള്ളാപ്പള്ളി നടേശൻ തന്നെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, ദേവസ്വം ബോർഡാണ് ഇതിനകത്തെ പ്രധാന പ്രതി, അവരെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണം, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണം, ഇങ്ങനെയൊക്കെ. ഇത് വെള്ളാപ്പള്ളിയെ കൊണ്ട് പറയിപ്പിക്കുന്നതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പിണറായി വിജയൻ. വെള്ളാപ്പള്ളി സാറ് പറയുന്നതിൽ അതിൻ്റെ പ്രസ്താവനയുടെ ആദ്യ ഭാഗവും അവസാന ഭാഗവും തമ്മിൽ പരസ്പരം ബന്ധം ഉണ്ടാവാറില്ല. അദ്ദേഹത്തിന് പ്രായം കൂടിയതുകൊണ്ടാണോ എന്നറിയത്തില്ല. അദ്ദേഹം ആദ്യം പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷം ഒന്നും ചെയ്തില്ല, ഭരണപക്ഷത്തിൽ തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ അതേ നാക്കുകൊണ്ട് തന്നെ ആ പ്രസ്താവനയുടെ ഏറ്റവും അവസാനം പറയുന്നുണ്ട്, എല്ലാ ദേവസ്വം ബോർഡിലും അഴിമതിക്കാരാണ്, അതുകൊണ്ട് അവരെല്ലാം പിരിച്ചുവിട്ടിട്ട് IAS ഈ ദേവസ്വം ബോർഡിൻ്റെ ഭരണം ഏൽപ്പിക്കണം എന്നാണ് പറയുന്നത്. കേരളത്തിൽ വേണ്ട IAS 4 പോലും കേരളത്തിൽ നിലവിലില്ല. IAS എന്ന് പറയുമ്പോഴത്തേക്ക് കോൺഫിഡ് IAS കാര്യമല്ല ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിലുള്ള IAS കിട്ടി വന്നതിൽ നമുക്ക് വേണ്ടതിൽ 25% IAS പോലും കേരളത്തിലില്ല. കാര്യം കേരളത്തിൽ IAS ആരും നിൽക്കത്തില്ല. കാര്യം ഈ മന്ത്രിമാർ ഈ IAS കാണുന്നത് അവരുടെ വകുപ്പിൽ PA അതേ ലെവലിലാണ് കാണുന്നത്. കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ IAS ഓഫീസർമാർക്ക് തീരുമാനം എടുക്കാനുള്ള യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടനയിലെ തന്നെ ഭരണ സംവിധാനത്തിൽ തന്നെ ഒരു വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ആയാലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഈ വരുന്ന മന്ത്രിമാർ 5 വർഷത്തെ ഗസ്റ്റുകളാണ്, തീരുമാനിക്കേണ്ട സെക്രട്ടറിമാരാണ്. ഇപ്പം നമ്മളെ വിഷയം മാറി വരികയാണ്. എന്നാലും ഞാൻ പറയാം, കേരളത്തിലെ ഗവൺമെൻറ്റിന് തലവേദന ഉണ്ടാക്കിയ 3 IAS 2 IAS ഒരു IPS ഉണ്ട്. അവരൊക്കെ അവരുടെ സ്റ്റാൻഡിൽ ഇപ്പം B അശോക് സാറുണ്ട്, പ്രശാന്ത് ഉണ്ട്. അപ്പോൾ അവരൊക്കെ പ്രശാന്തിനെ തന്നെ B അശോക് സാറിനെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിട്ട് തീരുമാനിച്ചിട്ട് തിരിച്ചു വിളിച്ചു. അദ്ദേഹം കോടതിയിൽ പോയി, ട്രൈബ്യൂണലിൽ പോയി, കോടതി കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഒരാൾ 5 വർഷത്തേക്ക് അപ്പോയിൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് ചെയ്ത് തന്നെ വേറെ ചോദ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ തിരിച്ചറിഞ്ഞു. ഇപ്പം നമ്മുടെ കളക്ടർ ബ്രോയും സസ്പെൻഷനിൽ നിന്ന് ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ജോലി ചെയ്യാതെ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് ശമ്പളം വാങ്ങിപ്പിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇനി അയാളെ എല്ലാ സീനിയോറിറ്റിയും കൂടെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഈ സർക്കാർ പോയിട്ട് അടുത്ത സർക്കാർ വരുമ്പോഴത്തേക്ക് തിരിച്ചെടുത്തുന്നിരിക്കും. നമ്മുടെ കേരളത്തിൽ 1 IAS ഇല്ല, ഉള്ളവർ സസ്പെൻഷനിലും മറ്റ് അസൈൻമെൻറ്റിലുമാണ്. അപ്പം ശരിക്കും ഭരിക്കുന്നവർ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ ഒരു ഭരണമാണ് കേരളത്തിൽ മൊത്തത്തിൽ നടക്കുന്നത്. കാര്യം IAS ഇല്ലെങ്കിൽ പിന്നെ ആ ഗ്യാപ്പ് നികത്തുന്നത് അവരുടെ തൊട്ട് ക്യാബിനറ്റിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ ഒരു ഭരണമാണ് കേരളത്തിൽ നടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇനി ഈ നമ്മുടെ ദേവസ്വം ബോർഡിലും കൂടെ ഓരോ IAS കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇല്ല. മാത്രമല്ല ഈ IAS എല്ലാവരും അഴിമതി രഹിതരായിട്ട് ഭരിച്ചുകൊള്ളണമെന്നില്ല. ആരവിടെ ഇരുന്ന് കഴിഞ്ഞാലും കിട്ടേണ്ട വിഹിതങ്ങളൊക്കെ എല്ലായിടത്തും കിട്ടണം, ഇല്ലെങ്കിൽ ആ വിഹിതം എത്തിക്കാമെന്നുള്ളവരെ മാത്രമേ അവിടെ കൊണ്ടിരുത്തത്തുള്ളൂ. അതിന് നമ്മുടെ ക്യാബിനറ്റിലുള്ള ആൾക്കാരും അവരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിമാരും ഒക്കെ ഇതിനൊക്കെ നല്ലോണം അറിയാവുന്ന ആൾക്കാരാണ്. അവർക്ക് വേണ്ട ആൾക്കാരെ വേണ്ടടുത്ത് നിയമിക്കാൻ എല്ലാം അറിയാം. അപ്പോൾ ഈ ശബരിമല വിഷയത്തിൽ ഗവൺമെൻറ് അന്വേഷണം പോകേണ്ടത് മേൽശാന്തിമാരിലോട്ട് അന്വേഷണം പോകണം. ശബരിമലയിൽ ഈ ഓഫ് സീസൺ ആയിരിക്കുന്ന സമയത്തും അവിടെ താമസിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ കുറേ പേരുണ്ട്. അവരുടെ ഗസ്റ്റ് ഹൗസുകളും അത് മാനേജ് ചെയ്യുന്നവരായിട്ട് ഒരുപാട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊക്കെ സ്കെൽട്ടൺ സ്ട്രെങ്ത് എല്ലാം ഉണ്ട്. അപ്പോൾ ഇവരാരും അറിയാതെ ഒന്നും നടക്കത്തില്ല. അപ്പം ഈ ഒരു അന്വേഷണ സംഘം വിപുലീകരിക്കാനുള്ളൊരു സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. കേരളത്തിന് പുറത്തുനിന്നുള്ള അപ്പോൾ ദേവസ്വം ബോർഡിൽ തന്നെ കേന്ദ്രീകൃതമായിട്ട് കാര്യങ്ങൾ പോകുമെന്നാണ്? തീർച്ചയായിട്ടും ഇല്ല. അല്ല, അപ്പോൾ സർക്കാരിലേക്ക് കാര്യങ്ങൾ വരുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. സർക്കാരിന് അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാൻ പറ്റത്തില്ല. ദേവസ്വം ബോർഡ് മന്ത്രിയുണ്ട്. ദേവസ്വം ബോർഡ് മന്ത്രി മാത്രം വിചാരിച്ച ഒന്നും നടക്കത്തില്ല. ദേവസ്വം ബോർഡ് മന്ത്രിക്ക് ക്ലീൻ ചിറ്റാണ് വെള്ളാപ്പള്ളി നൽകിയിരിക്കുന്നത്. 3 മന്ത്രിമാരുടെ ജോലിയാണ് അദ്ദേഹം ചെയ്യുന്നത്. വളരെ വിനയാന്വിതനാണ്. അത് അദ്ദേഹത്തിന്റെ സമുദായത്തിൽപ്പെട്ട ആളായതുകൊണ്ടായിരിക്കാം. അദ്ദേഹത്തിന് അങ്ങനെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളും ഏറ്റവും അടുത്ത ശത്രുക്കളും അദ്ദേഹത്തിന്റെ സമുദായത്തിൽ നിന്നുള്ളവരായിരിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. സുധീറിനെയൊക്കെ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ അധിക്ഷേപിച്ചിട്ടുള്ള ആളാണ് വെള്ളാപ്പള്ളി. അദ്ദേഹത്തിന് ഈഴവ സമുദായത്തിൻ്റെ മേൽക്കോയ്മ അദ്ദേഹം വഴി മാത്രമേ പാടുള്ളൂ എന്നുള്ള നിർബന്ധമുണ്ട്. ഇപ്പം അദ്ദേഹം തന്നെ ഏത് മുന്നണിയിലാണെന്നും മകൻ ഏത് മുന്നണിയിലാണെന്നും ഭാര്യ ഏത് മുന്നണിയിലാണെന്നും അദ്ദേഹത്തിന് തന്നെ അറിയത്തില്ല. അതൊക്കെ വെള്ളാപ്പള്ളി നടേശന് ഇവിടെ റോള് വരുന്നില്ല. ഹൈക്കോടതി നേരിട്ട്
കാര്യങ്ങൾ നോക്കുന്ന ഒരു അവസരത്തിൽ അന്വേഷണം ശരിയായ ദിശയിൽ കൊണ്ടുപോയില്ലെങ്കിൽ ഹൈക്കോടതിയുടെ യശസ്സിനും വിശ്വാസ്യതയ്ക്കും തന്നെ അതൊരു കറുത്ത പാടായിട്ട് മാറും. അതുകൊണ്ട് ഹൈക്കോടതി തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള നടപടികളിലോട്ട് പോകുമെന്നും കൂടുതൽ അറസ്റ്റുകൾ ഇന്നോ നാളെയോ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അല്ല, ഇതിനിടയ്ക്കാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കാലാവധി നീട്ടിക്കൊടുക്കുകയും ചെയ്തു. ഇത് പണ്ട് രാജാക്കന്മാർ ഈ ധീരപ്രവർത്തികൾ ചെയ്യുന്നവർക്ക് വീരശൃംഖല കൊടുക്കാറുണ്ട്. അപ്പം PS പ്രശാന്തിന് ആദ്യം കോൺഗ്രസിൽ നിന്ന് തോറ്റപ്പോഴത്തേക്ക് നമ്മളെ ഫീൽഡ് മാർഷലിനെ റാങ്ക് കൊടുത്ത മാതിരി തോറ്റപ്പോഴത്തേക്ക് എന്നെ പുള്ളിക്കാരനെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കി, മോഷ്ടിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു വർഷം നീട്ടിയും കൂടെ കൊടുത്തു. അപ്പോൾ ഒരു വീരശൃംഖലയും കൂടെ അദ്ദേഹത്തിന് അണിയിച്ചു കൊടുത്തു എന്ന് പിണറായി തമ്പുരാൻ അണിയിച്ചു കൊടുത്തു എന്ന് നമ്മൾ വിചാരിച്ചാണ്. അല്ല, ദേവസ്വം ബോർഡിൽ മാത്രമായിട്ട് നമ്മൾ കാരണം ഇതിനകത്തുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാര് ദേവസ്വം ബോർഡിലുള്ളത് അവർക്ക് രാഷ്ട്രീയ തലത്തിലുള്ള ബന്ധമൊക്കെ തന്നെയുണ്ട്. നമുക്കറിയാം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പലതവണ കടകംപള്ളി സന്ദർശനം നടത്തുകയുണ്ടായി, കിളിമാനൂരുള്ള വീട്ടിൽ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കൂട്ടി വായിക്കുകയും ഒക്കെ ചെയ്യേണ്ട കാര്യമാണ്. അത് സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണെന്ന്. പിന്നെ എന്തുകൊണ്ട് പോറ്റി വീട്ടിൽ കയറ്റി എന്നുള്ളത് പോറ്റി കള്ളനായതുകൊണ്ടായിരിക്കാം. കള്ളന് കാവലായിരിക്കും, കള്ളന് കാവൽ മന്ത്രിയായിരിക്കും, അല്ലാതെ. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളിയിലേക്ക് ഒരുപക്ഷെ കൂടുതൽ അന്വേഷണം. തീർച്ചയായിട്ടും അദ്ദേഹം അറിയാതൊന്നും നടക്കത്തില്ല. അദ്ദേഹം വളരെ ശക്തനായിട്ടുള്ള തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്നു, പാർട്ടിയുടെ ഏറ്റവും ശക്തനായിട്ടുള്ളൊരു നേതാവും കൂടെ ആയിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരേ സമയം മന്ത്രിയും പ്രസിഡന്റും വരെ ജില്ലാ സെക്രട്ടറിയും വരെ ആയിരിക്കാനുള്ള ഒരു ശക്തിയുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം. അതേസമയം എന്താണ് നടന്നിട്ടുള്ളതെന്നുള്ള കാര്യം പുറത്ത് വരാനിരിക്കുന്നേ ഉള്ളൂ. ഈ വന്നതൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഗവൺമെൻറ്റിന് അന്വേഷിക്കാനുണ്ട്, കോടതിക്ക് അന്വേഷിക്കാനുണ്ട്. ഗവൺമെൻറ് ഒരു ടോട്ടൽ ഫെയിലിയർ ആണെന്ന് സമ്മതിക്കുന്നതിന് തുല്യമാണ് കോടതിയെ. ഗവൺമെൻറ് നേരിട്ട് ഇതുവരെയും ഒരു പരാതി പോലും കൊടുത്തിട്ടില്ല. ഈ സാധനങ്ങൾ നഷ്ടപ്പെട്ടെന്നോ അല്ലെങ്കിൽ ഈ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നോ ഇല്ലെങ്കിൽ ഇവർ കുറ്റക്കാരാണെന്നോ ഗവൺമെൻറ്റിനൊരു പരാതിയില്ല, ദേവസ്വം ബോർഡിനൊരു പരാതിയില്ല. പരാതി കോടതിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോഴെന്നെ നമുക്ക് മനസ്സിലാവുന്നല്ലോ ആരൊക്കെയാണ് എവിടെയൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ദേവസ്വം ബോർഡ് ഇതുവരെ പരാതിപ്പെട്ടിട്ടില്ലല്ലോ ഇങ്ങനെ എന്തെങ്കിലും സംഭവം നടന്നു എന്നോ നഷ്ടപ്പെട്ടു എന്നോ. അവർക്ക് ഇതുവരെ പരാതിയില്ലല്ലോ. എനിക്ക് തോന്നുന്നു അക്കാലത്തെ ഈ മേൽശാന്തിമാരെയും ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ഒരു പുറപ്പെടാ മേൽശാന്തിമാര്. അതെ, മാളികപ്പുറത്തെയും സന്നിധാനത്തെയും. അതെ, അത് ഈ കാര്യങ്ങൾ നോക്കാനും ഭഗവാനെ നോക്കാനും ഭഗവാന്റെ സ്വത്തുക്കൾ നോക്കാനും തന്നെയാണ് അവർക്ക്. എനിക്ക് തോന്നുന്നത് പുറപ്പെടാ ശാന്തിമാരായതുകൊണ്ട് ഇരട്ടി കൂടുതൽ ശമ്പളം അവർക്ക് ലഭിക്കുമായിരിക്കും. സാധാരണ കിട്ടുന്ന ശമ്പളത്തിന്റെ ഇരട്ടി ശമ്പളം മണ്ഡലകാലത്ത് ഈ അവരുടെ കാര്യം ഇരട്ടി ഡ്യൂട്ടിയാണല്ലോ, ഡബിൾ ഡ്യൂട്ടി ആയിട്ട് കണക്കാക്കിയിട്ട് അവർക്ക് ഇരട്ടി ശമ്പളം കൊടുത്ത് അവിടെ താമസിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും സന്നിധാനത്ത് ഉണ്ടാകാതിരിക്കാനാണ്. അതുകൊണ്ട് അയ്യപ്പൻ്റെ ഭൂതഗണങ്ങളിലെയും കരങ്ങൾ വളരെ നീണ്ടതാണ്. അത് ഹൈക്കോടതി വഴിയോ അല്ലെങ്കിൽ ഇനി പുതുതായിട്ട് രംഗത്ത് വരാൻ പോകുന്ന മറ്റു ആൾക്കാർ വഴിയോ ഒക്കെ കള്ളന്മാരിലേക്ക് എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അതാണ്, എന്നാലും എത്ര പോയാലും ദേവസ്വം ബോർഡിൽ തന്നെ തിരിച്ച് കൊണ്ടുവന്നിട്ട് സർക്കാർ ഇതിന്, കാരണം തെരഞ്ഞെടുപ്പാണ് വരുന്നത്, അപ്പോൾ കൈ കഴുകിയേ പറ്റുള്ളൂ. അല്ല, നീതി നടപ്പിലാക്കേണ്ട രീതികളുണ്ട്. ആ രീതികളിലോട്ട് അയ്യപ്പൻ പോകുമെന്നാണ് തോന്നുന്നത്. കാര്യം കരിമനാൽ കുടുംബം ഈ ശബരിമല വിഷയത്തിൽ ഉൾപ്പെട്ട ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ നമുക്കറിയാമല്ലോ. ചിലപ്പോൾ ഇന്നായിരിക്കില്ല, അവരുടെയൊക്കെ നീതി ചിലപ്പോൾ വളരെ താമസിച്ചായിരിക്കും നടപ്പിലാക്കപ്പെടുന്നത്. എന്തായാലും നീതി എല്ലാവരിലെത്തും എത്തും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. നിയമം എത്തിയില്ലെങ്കിലും നീതി എത്തും. നിയമവും നിയമപാലകരും ചിലപ്പോൾ എത്തിയില്ല എന്നിരിക്കും, പക്ഷെ നീതി അവർക്ക് എത്തിയിരിക്കും എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.